വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖ നിർമ്മാണത്തിന് കേന്ദ്ര സർക്കാർ നൽകുമെന്ന് ഏറ്റ VGF തുക അത് വായ്പയായിട്ട് മാത്രമേ തരൂ എന്ന് അവസാന വാക്ക് കേന്ദ്രം പറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ അറിയിച്ചതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ നിർമ്മല സീതാരാമന് കത്തെഴുതിയിരുന്നു. ഈ തുക ആദ്യം പരിഗണിച്ച പോലെ ഗ്രാൻഡായിട്ട് കാണണം, 817.80 കോടി രൂപ. അത് പിന്നീട് അത് വായ്പയാക്കി മാറ്റിയ നിലപാട് തിരുത്തിയിട്ട് ഗ്രാൻഡായിട്ട് തന്നെ തരണം. മറ്റ് പല പദ്ധതികൾക്കും ഗ്രാൻഡായിട്ട് കൊടുക്കുന്നത് പോലെ VGF അങ്ങനെ തരുന്നതാണ് എന്ന അഭ്യർത്ഥന അവസാന നിമിഷം മുഖ്യമന്ത്രി നിർമ്മല സീതാരാമന് നേരിട്ട് കത്തെഴുതി. അതിൻ്റെ മറുപടിയിലാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത്, ഇത് വായ്പയായിട്ട് മാത്രമേ തരുള്ളൂ. നെറ്റ് പ്രസന്റ് വാല്യൂ കൂട്ടി അത് വായ്പ പലിശയുടെ പലിശ സഹിതം അപ്പോഴത്തെ ലാഭത്തിന്റെ കണക്കനുസരിച്ച് തിരിച്ചടയ്ക്കണം. അങ്ങനെ വരുമ്പോൾ കേരളത്തിന്റെ കണക്ക് ഒരു 10,000 മുതൽ 12,000 കോടി രൂപ തിരിച്ചടയ്ക്കണം. ഇപ്പോൾ കേന്ദ്രം ഇങ്ങനെ നിലപാട് കടുപ്പിച്ചതോടെ പിന്മാറില്ല എന്ന് വ്യക്തമാക്കിയതോടെ കേരളം വേറെ വഴി തേടാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. നബാർഡിൽ നിന്നും 2,000 കോടി രൂപ കേരളം ചോദിച്ചിട്ടുണ്ട്. 2,000 കോടി രൂപ തരാമെന്ന് നബാർഡ് സമ്മതിച്ചിട്ടുണ്ട്. ആ തുക കൂടി വിഴിഞ്ഞം പദ്ധതിക്ക് വിനിയോഗിക്കുന്ന കാര്യത്തിൽ VGFന് ബദലായിട്ട് ആ തുകയിൽ നിന്നൊരു ഭാഗം വിനിയോഗിക്കുന്ന കാര്യം കൂടി കേരള സർക്കാർ ഗൗരവമായിട്ട് ആലോചിക്കുന്നുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകൾ. പിന്നെ ഇത്ര വാശി പിടിക്കാൻ എന്തിരിക്കുന്നു കേന്ദ്രത്തിന്? എന്ത് കാര്യത്തിന്? ഇപ്പം തൂത്തുക്കുടിക്ക് എത്രയോ 1,411 കോടി രൂപ, തൂത്തുക്കുടിക്ക് 1,411 കോടി രൂപ തിരിച്ചടയ്ക്കേണ്ടതില്ലാത്ത ഗ്രാൻഡായിട്ട് കൊടുക്കാം. ഒരു പൈസ പോലും തൂത്തുക്കുടി പോർട്ട് നോക്കുന്ന സ്ഥാപനം തിരിച്ചടയ്ക്കേണ്ടതില്ല. കൊച്ചി മെട്രോയ്ക്ക് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് VGF കൊടുത്തു, തിരിച്ചടയ്ക്കേണ്ടതില്ല. ഡൽഹി മെട്രോ റെയിൽ, ഇന്ത്യയിലെ പല പദ്ധതികൾക്കും VGF ഗ്രാൻഡായിട്ട് കൊടുത്തപ്പോൾ ഇവിടെ വിഴിഞ്ഞത്തിന് മാത്രം അത് ലോണാക്കിയ നടപടി വിചിത്രം. കേരളത്തോടുള്ള വിവേചനം പല വാക്കുകളിൽ വിശേഷിപ്പിക്കേണ്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെ ധൈര്യപൂർവ്വം കേരളം ചെയ്യേണ്ടത് അതങ്ങോട്ട് വേണ്ടെന്ന് വെച്ചേക്കുക. വിഴിഞ്ഞം തുറമുഖത്തിന് ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഈ 817 കോടി രൂപ കേന്ദ്രത്തിന് തിരിച്ചു പിടിക്കാൻ പറ്റും GST ആയിട്ട്. പിന്നെ ഇത്രയും വലിയ നിബന്ധന വെച്ചിട്ട് ഈ തുക എന്തിനാണ് കേരളത്തെ അടിച്ചേൽപ്പിക്കുന്നത്? വലിയ കണ്ടീഷൻസ് വെച്ചിട്ട്, നെറ്റ് പ്രസന്റ് വാല്യൂ ക്ലോസ് വെച്ചിട്ട്. അതുകൊണ്ടാണ് കേരളം വേറെ വഴി തേടുന്നു എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ പറയുന്ന വിഴിഞ്ഞം തുറമുഖത്തിന്റെ 1ാം ഘട്ടം വാണിജ്യ പ്രവർത്തനം വരെ ആരംഭിച്ചു. ട്രയൽ റൺ കഴിഞ്ഞിട്ട് ഇപ്പൊ വരെ ഒരു ചില്ലി പൈസ കേന്ദ്രം ചെലവഴിച്ചിട്ടില്ല. ഈ തരാമെന്ന് പറയുന്ന ഈ VGF തുകയല്ലാതെ 817 കോടി, അതും വായ്പയാക്കിയ തുക, ഇതല്ലാതെ ഒരു പൈസ ചെലവഴിച്ചിട്ടില്ല. കേരളം ഇതിനകം തന്നെ 2,159 കോടി രൂപ ചെലവഴിച്ചു കഴിഞ്ഞു. അദാനിയുടെ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പൊ കേന്ദ്രം വെറും ഒരു സാക്ഷിയായിട്ട് നിൽക്കുകയാണ്. ഒരു പൈസ ഇതുവരെ ഇറക്കിയിട്ടില്ല. ഇറക്കണ്ടേ? വിഴിഞ്ഞത്തുനിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ 60% പോകുന്നത് കേന്ദ്ര സർക്കാരിനാണ്. കേരളത്തിന് ബാക്കി 40-ൽ തന്നെ അദാനിക്ക് പോകുന്നതും കഴിച്ചാൽ പിന്നെ ഒരു ചെറിയ വിഹിതമാണ് കേരളത്തിന് കിട്ടുന്നത്. തുടക്കത്തിൽ കുറെ കഴിയുമ്പോഴാണ് വരുമാനം കൂടുതൽ വരിക. അപ്പൊ അങ്ങനെയുള്ള ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ ഇങ്ങനെയാണോ നടപടി സ്വീകരിക്കേണ്ടത്? ഈ ലോണൊക്കെ എടുത്താലും തിരിച്ചടയ്ക്കാൻ, ഈ പറയുന്ന ന്യായമായ പലിശ സഹിതം തിരിച്ചടയ്ക്കാൻ വിഴിഞ്ഞത്തിന് സാധിക്കും. കാരണം ഇതിനകത്തും വയബിലിറ്റി ഉണ്ട്. എന്താ? 2 വയബിലിറ്റി ഉണ്ട്. ഒന്ന് ഫിനാൻഷ്യൽ വയബിലിറ്റി എന്ന് പറഞ്ഞാൽ തുടങ്ങുന്ന ഒരു പ്രോജക്റ്റിന് കയ്യിൽ പണമില്ലാത്തതുകൊണ്ട് കോടിക്കണക്കിന് രൂപ നമ്മൾ കടമെടുക്കേണ്ടി വരും. വലിയ പദ്ധതിയാകുമ്പോൾ എടുക്കുന്ന വായ്പയുടെ തുക അത്രയും വലുതായിരിക്കും. അപ്പൊ അത് പ്രവർത്തിച്ച് തുടങ്ങുമ്പോൾ ഇത്ര വർഷം കൊണ്ട് ആ ലോൺ തിരിച്ചടയ്ക്കാനുള്ള ശേഷി ആ പ്രോജക്റ്റിന്, വരുമാനം അവിടെയുണ്ട് എന്ന പ്രോജക്റ്റിനെ മാത്രമായിട്ട് കാണുന്ന ഒരു മൈക്രോ എക്കണോമിക് കാഴ്ചപ്പാടാണ് ഫിനാൻഷ്യൽ വയബിലിറ്റി എന്ന് പറയുന്നത്. ഇനി വേറൊരു വയബിലിറ്റി ഉണ്ട്, എക്കണോമിക് വയബിലിറ്റി, അല്ലെ എക്കണോമിക്കൽ വയബിലിറ്റി. ഫിനാൻഷ്യൽ വയബിലിറ്റി പോലെ തന്നെ എക്കണോമിക്കൽ വയബിലിറ്റി ഉണ്ട്. പെട്ടെന്ന് തോന്നും രണ്ടും ഒന്നാണെന്നല്ല. ഫിനാൻഷ്യൽ വയബിലിറ്റി ഒരു പ്രോജക്റ്റ്, ഫോർ എക്സാമ്പിൾ വിഴിഞ്ഞം പ്രോജക്റ്റിന്റെ ഇത്ര കാലയളവ് കൊണ്ട് കിട്ടുന്ന വരുമാനം കൊണ്ട് വായ്പയും തിരിച്ചടച്ചിട്ട്
അത് നടത്തുന്ന സർക്കാരിനോ അല്ലെ ആ കൺസേൺഡ് അതോറിറ്റിക്ക് അതിൽ നിന്നൊരു വലിയ ലാഭം കിട്ടുന്ന പ്രോജക്റ്റാണ് ഫിനാൻഷ്യലി വയബിൾ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. എക്കണോമിക്കലി വയബിൾ എന്ന് പറയുമ്പോൾ കുറെ കൂടെ വിശാല മൈക്രോ അല്ല ഒരു മാക്രോ എക്കണോമിക് ലെവലിൽ നമ്മൾ ചിന്തിക്കുന്നതാണ്. കാരണം ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ വിഴിഞ്ഞം എക്കണോമിക്കലി വയബിൾ ആണോ എന്ന് ചോദിച്ചാൽ അവിടെ ആ പദ്ധതി നടപ്പാക്കുമ്പോൾ അവിടുത്തെ മറ്റ് ആഘാതങ്ങൾ വരാവുന്ന ആഘാതങ്ങൾ പരുക്കുകൾ പ്രകൃതിക്ക് മനുഷ്യജീവിതത്തിന് അതേപോലെ ഈ പ്രോജക്റ്റ് വന്നാൽ ഉണ്ടാകാവുന്ന മറ്റ് നെഗറ്റീവ് ഇമ്പാക്റ്റുകളെയൊക്കെ മറികടക്കാൻ ഈ പദ്ധതിക്ക് സാധിക്കുമോ, അതിൽ നിന്ന് കിട്ടുന്ന പ്രയോജനം കൊണ്ട് അല്ലെ നേട്ടം കൊണ്ട് എന്നുള്ളതാണ് എക്കണോമിക് വയബിലിറ്റി എന്ന് പറയുന്നത്. അതിന് പരിഗണിക്കുക ഇപ്പം ഫിനാൻഷ്യൽ വയബിലിറ്റിയിൽ വിഴിഞ്ഞത്തിന്റെ ലാഭം മാത്രം നോക്കുമ്പോൾ എക്കണോമിക്കലി വയബിൾ എന്ന് പറയുമ്പോൾ അവിടുന്ന് കുടിയിറക്കപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾ ഉണ്ടെങ്കിൽ അവരുടെ പുനരധിവാസം, അവർക്ക് ബദൽ തൊഴിൽ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ, അവർക്ക് കടലിൽ മീൻ പിടിക്കാൻ പോകാൻ പറ്റുന്നില്ലെങ്കിൽ അതിനുള്ള ബദൽ സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബ് വരുമ്പോൾ ഇപ്പൊ പ്രവർത്തിക്കുന്ന വിഴിഞ്ഞം മത്സ്യ തുറമുഖത്തിന്റെ വികസനം മത്സ്യത്തൊഴിലാളികൾക്ക് ആ സമൂഹത്തിന് ഗുണപരമായിട്ട് ചെയ്തു കൊടുക്കുക. അപ്പൊ അതുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി അവിടെ ഫിഷിംഗ് ഹാർബറിൽ പ്രത്യേക പുതിയ ബെർത്ത് പണിയുന്നു. അവിടെ 200 മീറ്റർ നീളത്തിലോ ഒക്കെ പുതിയ ബെർത്ത് പണിയുന്നു ഈ പദ്ധതി വെച്ചിട്ട് തന്നെ. അതാണ് എക്കണോമിക്കലി വയബിൾ എന്നുള്ളതിന്റെ മറ്റൊരു എക്സാമ്പിൾ. അതേപോലെ പരിസ്ഥിതിക്ക് ഏൽക്കുന്ന ആഘാതം അത് എങ്ങനെയൊക്കെയാണ്, അവിടെ മത്സ്യസമ്പത്ത് കുറയുമോ, അങ്ങനെയുണ്ടെങ്കിൽ മത്സ്യത്തെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് വേറെന്ത് ബദൽ മാർഗം, വേറെ തൊഴിൽ മാർഗം. അപ്പം മൊത്തത്തിൽ സമൂഹത്തിന് സോഷ്യലി ആ സമൂഹത്തിന് കൂടി വികസനം, ക്ഷേമം, സെക്യൂരിറ്റി, ഇപ്പൊ തൊഴിൽ നഷ്ടമുണ്ടെങ്കിൽ വേറെ തൊഴിൽ, ഇപ്പോൾ ജീവിത സാഹചര്യങ്ങൾ വീട് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വേറെ വീട്, റീഹാബിലിറ്റേഷൻ, ഇതെല്ലാം കൂടെ ചേർത്തിട്ടുള്ള വളരെ വിശാലമായ ഒരു കാഴ്ചപ്പാടിലാണ് നമ്മൾ എക്കണോമിക്കലി വയബിൾ എന്ന വാക്ക് ഉച്ചരിക്കുന്നത്. അപ്പം രണ്ടാണ് എക്കണോമിക്സിൽ, ഈ രണ്ട് ടൈമും രണ്ടാണ് എൻറ്റയർലി അർത്ഥവ്യത്യാസമുണ്ട്. അപ്പോൾ പക്ഷെ വിഴിഞ്ഞത്തിൻ്റെ പ്രത്യേകത, വിഴിഞ്ഞ ഒരേ സമയം ഫിനാൻഷ്യലി വയബിൾ ആൻഡ് എക്കണോമിക്കലി വയബിൾ. അതാണ് വിഴിഞ്ഞത്തിന്റെ പ്രത്യേകത. ലോകത്ത് മറ്റൊരു തുറമുഖത്തിനും കിട്ടാത്ത അപൂർവ പ്രത്യേകതയാണിത്. അങ്ങനെയുള്ള ഒരു തുറമുഖത്തെ വികസിപ്പിക്കാൻ നോക്കുമ്പോഴാണ് ഇത്രയും വിവേചനപരമായ കടുത്ത വിവേചനത്തോടെ കേന്ദ്ര സർക്കാർ, BJP സർക്കാർ പെരുമാറുന്നത്. 10,000 കോടി 2, 3, 4 ഘട്ടത്തിൽ വിനിയോഗിക്കുന്നു അദാനി ഗ്രൂപ്പ്. അതിനു മുമ്പ് 1ാം ഘട്ടത്തിൽ 8,000-ലധികം കോടി രൂപ ചെലവഴിക്കുന്നു. ഇതിനകം തന്നെ കേരളം 2,759 കോടി രൂപ ചെലവഴിച്ചു. അവിടെ ഈ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് എന്ന് പറയുന്ന 817.80 കോടി രൂപ വലിയ തുകയൊന്നുമല്ല. അവിടെ ഇത്രയും കടുംപിടുത്തം കേന്ദ്ര സർക്കാർ കാണിക്കുന്നെങ്കിൽ ഈ കേന്ദ്ര സർക്കാർ ഈ കൊച്ചു കേരളത്തെ സ്നേഹിക്കുന്നുണ്ടോ? അപ്പൊ ആദ്യം ധനകാര്യ മന്ത്രാലയത്തിലെ കൺസേൺഡ് വിങ് തന്നെ, എംപവേർഡ് കമ്മിറ്റി തന്നെ ഓൺ എക്കണോമിക് അഫയേഴ്സ് ഇത് ഗ്രാൻഡായിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ മറ്റെല്ലാ പ്രോജക്റ്റുകൾക്ക് ഇന്ത്യയിൽ അങ്ങനെ കൊടുക്കുന്ന പോലെ കൊടുക്കണമെന്ന് പറയുമ്പോൾ അതിനെ അട്ടിമറിക്കാനുള്ള ഇത്രയും കുൽസിത ബുദ്ധി കേന്ദ്ര സർക്കാർ ഇതിൽ കാണിച്ചു. ഇതിനൊന്നും ഉത്തരമില്ല, ന്യായമില്ല, ന്യായീകരണമില്ല. ആർക്കാ ന്യായീകരണം ഉള്ളത്? അതുകൊണ്ട് കേരളം വേറെ വഴി നോക്കും. കേരളം നബാർഡെങ്കിൽ നബാർഡ്, വേറെ എന്തെങ്കിലും വേറെ ഈ 817 കോടി രൂപ വേറെ കിട്ടുമോ എന്ന് നോക്കിയാൽ കിട്ടും. അത്രമാത്രം വയബിൾ പ്രോജക്റ്റാണ്, ഭാവിയുടെ പ്രോജക്റ്റാണ്, കേരളത്തിൻ്റേത് കൂടിയായ പ്രോജക്റ്റാണ്, ഫിനാൻഷ്യലി എക്കണോമിക്കലി വയബിൾ പ്രോജക്റ്റാണ്. അത് മുന്നോട്ട് തന്നെ പോയിരിക്കും, ഈവൻ വിതൗട്ട് VGF ലോൺ ഓഫ് സെൻട്രൽ ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ് VGF ലോൺ ഇല്ലാതെ തന്നെ ഗ്രാൻഡ് ആണെങ്കിൽ സ്വീകരിക്കണം, ലോൺ ആണെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ കേരള സർക്കാരിന് ആർജവം ഉണ്ടായിരിക്കണം. ആ വഴിക്ക് ചിന്തിക്കുന്നു എന്നറിയുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം.